അമ്മച്ചി ഇങ്ങോട്ട് മാറിക്കേ. വേസ്റ്റ് കളയുന്ന കൂട്ടത്തിലെടുത്ത് കളഞ്ഞേരെ. എന്നതാടി പിശാചേ, ദൈവദോഷം കാട്ടുന്നേ. തള്ള ഇപ്പൊ വിളിച്ചത് തന്നെയാ ഞാൻ പിശാച്. അതുകൊണ്ട് ചൊല്ലുവിളിക്ക് നിന്നു. ഇത് എന്നതാ അമ്മച്ചി? എണ്ണയൊന്നും തേക്കാറില്ലേ? ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കണം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് മീൻ കറിയും മീൻ വറുത്തതും വേണം. ഒരു താറാവിനെ കൊന്ന് കുരുമുളകും മഞ്ഞളും ചേർത്ത് വരട്ടിയെടുത്തു. പപ്പടവും നാരങ്ങ അച്ചാറും നിർബന്ധം. പിന്നെ ഇത്തിരി കപ്പയും വേണം. ദേ, കൃത്യം 1 മണിക്ക് മൂത്ത മോനും കെട്ടിയോളും ഡൈനിങ് റൂമിൽ വന്നിരിക്കും. അപ്പൊ ഈ പറഞ്ഞതെല്ലാം റെഡി ആയിരിക്കണം. മനസ്സിലായോ അമ്മച്ചി? മനസ്സിലായോ തളയ്ക്ക്? മനസ്സിലായി. എന്നാ വേഗം നോക്കമ്മച്ചി. ഇനി അത്രയ്ക്കേ നേരമുള്ളൂ. അപ്പോഴേക്ക് ഞാനൊന്ന് മയങ്ങട്ടെ. ഇത് വച്ചുറപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. തെമ്മാടത്തിനെ പറയുന്നതിനൊക്കെ ഒരു അതിര് വേണം. ഞാൻ എപ്പോഴാണ് തന്റെ അനിയനായത്? തെങ്ങുംപൂട്ടി ഫിലിപ്പോസ് തന്റെ തന്തയാണോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയ തെങ്ങുംപൂട്ടിൽ ഫിലിപ്പോസിന്റെ തന്തയാ ഞാൻ. കുറച്ചു കാലത്തേക്ക് അങ്ങനെ അങ്ങ് കൊണ്ടുപോയാ എല്ലാവർക്കും നല്ലത്. ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ ഭാര്യയും വിളിച്ച് എൻ്റെ ആ കൊച്ചു വീട്ടിലോട്ട് താമസം മാറ്റും. നിങ്ങൾ അപ്പനും മകനും അമ്മച്ചിയും ജയിലിലേക്ക് പോവും. രണ്ടായാലും എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അച്ചായ, അങ്ങനെ അച്ചായാന്ന് വിളി അനിയാ. അതിനൊരു സുഖമില്ലയോ? പിന്നെ വീട്ടിൽ എൻ്റെ ഭാര്യ ഷേർലി ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ചേട്ടത്തിയമ്മയെന്ന് വിളിച്ചോണം അവളെ. സ്നേഹമുള്ള ഒരു അനിയനെ കിട്ടിയതിൽ എൻ്റെ ഭാര്യ ഒന്ന് സന്തോഷിച്ചോട്ടെ ബോബാ. ഇത് ഭേദം എന്നെ ഞാൻ കൊല്ലുന്നതാ. കണ്ട പെണ്ണുങ്ങളെയൊക്കെ ചേട്ടത്തിയമ്മയെന്ന് വിളിക്കാൻ മാത്രം തറയല്ല ഞാൻ. എന്നാലേ ഞാൻ തറയാ, മഹാതറ. ഒന്നുകിൽ ഞാൻ പറഞ്ഞതും കേട്ട് എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്ക്, അല്ലെങ്കിൽ എന്നെ എൻ്റെ ഭാര്യയും തെങ്ങുമുട്ടി തറവാട്ടിൽ നിന്ന് ചവിട്ടി ഇറക്ക്. അച്ചായനോട് ഒരു ദ്രോഹം ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇത്രയും ക്രൂരത എന്നോട് കാണിക്കുന്നേ? അങ്ങനെ വഴിക്ക് വാ. നീ എന്നോട് ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല. തെങ്ങുംമൂട്ടിൽ ഫിലിപ്പോസും അനിയൻ ആൻഡ്രൂസും എന്നോട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. 1 2 ഒന്നും അല്ല, ഒത്തിരി ദ്രോഹം. അതിന് പകരം വേറൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. കുറച്ചു കാലം എനിക്കും എൻ്റെ ഭാര്യ ഷെർലിക്കും രാജകീയമായി തെങ്ങുംമൂട്ടി തറവാട്ടിൽ കഴിയണം. ആ വീട് കുറച്ചു കാലം ഷെർലി ഭരിക്കട്ടെ. എന്തായാലും നീ അന്നാമ്മച്ചേടത്തോടൊന്ന് വിശ്രമിക്കാൻ പറ. കുറച്ചു കാലം എന്ന് വെച്ചാൽ എത്ര കാലം? അതിപ്പോ എങ്ങനെ അനിയാ പ്രവചിക്കുന്നേ? കണ്ടില്ലയോ, ഓരോന്ന് ഇടുത്തി പോലെ കിട്ടുണ്ണി വൈദ്യയുടെ രൂപത്തിൽ വരുന്നേ. അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കുന്നു, അടുത്ത മാസം എന്ത് സംഭവിക്കുന്നു ഒന്നും പ്രവചിക്കാൻ പറ്റുകയല്ല. ദൈവനിഷേധമല്ലയോ അത്? അനിയാ, പോകുന്നിടത്തോളം ഇങ്ങനെ പോട്ടെ. ഫ്രീ ആയിട്ട് ഒരു ചേട്ടനെയും ചേട്ടത്തിയമ്മയും കിട്ടിയിരിക്കുമല്ലയോ നിനക്ക്. അനിയനൊന്ന് നിന്നേ. ആവശ്യമില്ലാതെ ഈ വണ്ടി എടുത്തുകൊണ്ട് കറങ്ങരുത്. പെട്രോളിനും ഡീസലിനും ഒക്കെ എന്നാ വിലയാ. ഒരു ഡ്രൈവറെ നിർത്തുന്നതാ നല്ലത്. എനിക്കും ഷെർലിക്കും അങ്ങും ഇങ്ങും പോണയിൽ ഡ്രൈവർ ഇല്ലാതെ പറ്റത്തില്ല. കയറിയാട്ടെ, ഞാനും വരും. കേട്ടോ ബാബാ, ഒരു കുടുംബം പോലെ അങ്ങ് കഴിഞ്ഞാ മനപ്രയാസം തോന്നുകയില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലയോ കർത്താവ് പറഞ്ഞിരിക്കുന്നേ. ഞാനിപ്പോൾ അങ്ങനെ അന്നാമച്ചേടത്തിയും ബോബനും കൂടി ആ വഴിക്ക് അങ്ങ് നടന്നാ ഒരു പ്രശ്നവുമില്ല. വണ്ടി വിട്. അല്ലെങ്കിൽ വേണ്ട. അപ്പച്ച ചായ. എന്നതാ മോളെ നിന്റെ പേര്? ഷെർലി. ബോബന്റെ ഭാര്യ അല്ലയോ? അല്ലപ്പച്ച, ബോബന്റെ ചേട്ടന്റെ ഭാര്യ, മാത്യൂസിന്റെ.
നിങ്ങളുടെ കല്യാണം കൂടാൻ ഈ അപ്പച്ചന് പറ്റിയില്ല. സുഖമില്ലായിരുന്നെന്നാ തോന്നണേ. അപ്പച്ചന് കൂടെ കൂടെ അങ്ങ് സുഖമില്ലാണ്ടാകും. ഒരു വൈദ്യര് ചികിത്സിക്കാൻ വരുമായിരുന്നു. ഇപ്പോ അയാളെയും കാണാനില്ല. മോള് ബോബനോട് പറഞ്ഞ് നല്ലൊരു വൈദ്യരെ കൊണ്ടുവരിക്കണം. ഇനിയിപ്പോ സോക്കേടുകാരനായി നടന്നാലൊന്നും പറ്റുകയില്ല. നിനക്കും ബോബനും എത്രയും പെട്ടെന്നൊരു കുഞ്ഞു പിറക്കാൻ വേളാങ്കണ്ണി മാതാവിനൊരു പൊൻകുരിശു നേരുവായിപ്പോ ഞാൻ. അയ്യോ അപ്പച്ച, ഞാൻ മാത്യൂസ് അച്ചായന്റെ. അവൻ എന്നാ ഇതിൽ കാര്യം? കള്ളനാ മാത്യൂസ്. കൊച്ചുങ്ങൾ എന്ന് വെച്ചാ ബോബന് വലിയ കാര്യമാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ അന്നാമ്മയ്ക്കും വലിയ കൊതിയാ. ഓ, കർത്താവിന് സ്തുതി. പണ്ടൊക്കെ ഞാൻ പള്ളിയിൽ പോയാ പ്രാർത്ഥിക്കലായിരുന്നു മോളെ. അതിനുള്ള ശിക്ഷയായിട്ടായിരിക്കും കർത്താവ് ഈ സോക്കേട് എനിക്ക് തന്നെ. എന്നാലും നന്ദിയുണ്ട് എനിക്ക് കർത്താവിനോട്. എന്റെ ബോബന് മാലാഖയെ പോലൊരു ഭാര്യയെ കിട്ടിയല്ലോ. ദാ മോളെ. അപ്പച്ച, എന്നതാ മോളെ? അപ്പച്ചൻ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനും ബോബനും തമ്മില് ആ, ഒരു പിടികിട്ടി. നിങ്ങൾ തമ്മിൽ അടുപ്പമായിരുന്നു എന്നല്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം അങ്ങനെ തന്നെയാ. കല്യാണത്തിന് മുമ്പേ ഇഷ്ടപ്പെടും. അതൊന്നും ഒരു തെറ്റല്ല ഇക്കാലത്ത്. അപ്പച്ചന് ഒരു തെറ്റിദ്ധാരണയില്ല. മോള് ചെല്ലേ. ആ പിന്നെ ബോബന്റെ ഒരു കൊച്ചിനെ വേഗം ഇങ്ങോട്ട് തന്നോണം. അത്രേ അപ്പച്ചന് പറയാനുള്ളൂ. ഇനി ഈ തെങ്ങുമൂട്ടി തറവാട് കൊച്ചുങ്ങളെ കൊണ്ട് നിറയും. മാലാഖയല്ലയോ വന്ന് കയറിയിരിക്കുന്നേ, മാലാഖ. അതോ പിശാചാണോ? പിശാചാണോ? പിശാച്. നീ കള്ളം പറയാ. ഇത്രയും നേരം എവിടെയോ കറങ്ങി കളിച്ചിട്ട് പോന്നു, അല്ലാതെ നേരിട്ട് പോയിട്ടില്ല നീ. സത്യമായിട്ട് ഞാൻ പോയതാ. പാർവതി ഡോക്ടറെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. ഡോക്ടറോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാനാണ് നിന്നെ അയച്ചേ? സോഫി ചെന്ന് കാണാൻ വേണ്ടിയല്ലേ? അതല്ലേ പറഞ്ഞത്, സോഫി കോട്ടയത്ത് പോയിന്ന്. പച്ചക്കള്ളം. സോഫി എന്നാത്തിനാടി കോട്ടയത്ത് പോകുന്നത്? ഏതോ പുസ്തകം അച്ചടിക്കാനാന്നാ പാർവതി ഡോക്ടർ പറഞ്ഞത്. പുസ്തകം അച്ചടിക്കാൻ? സോഫി എന്നാടി പുസ്തകം എഴുത്തുകാരിയോ? നീ അവിടെ പോയി കരഞ്ഞു കാണിച്ച് നേരെ തലതിരിച്ച് പറഞ്ഞു കാണും. സോഫി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ സോഫി തന്നെ പറഞ്ഞെന്ന കള്ളമായിരിക്കും കോട്ടയത്ത് പോക്ക്. എന്റെ ചോദിച്ചേട്ടാ, വിശ്വാസം ഇല്ലെങ്കിൽ നീരേട്ടിൽ ചെന്ന് നോക്ക്, അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്. ചുമ്മാ മനുഷ്യനായിട്ട് വട്ട് കളിപ്പിക്കുന്നതിന് ഒരു അതിരൊക്കെ വേണം. ഓ അത് ശരി. എന്നെ ഇട്ട് വട്ട് കളിപ്പിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് കുത്തുന്നോ? നിന്നെ ഒറ്റയ്ക്ക് വിട്ടപ്പോഴേ ഞാൻ കരുതിയതാ അവിടെ ചെന്ന് ഓന്തിനെ പോലെ നിറം മാറുന്നു. വിശ്വസിക്കാൻ കൊള്ളത്തില്ലടി നിന്നെ. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്റെ ഈശ്വര, എന്നെ ഒന്ന് കൊന്നു തരുമോ? ഇങ്ങനെ ഭാര്യ വിശ്വസിക്കാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ചാവുന്നതാ. മതിയടി, നിന്റെ ഈ ചവിട്ട് നാടകം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. എന്റെ മുണ്ടും കുപ്പായാൽ നിറച്ചു വെച്ച ബാഗ് അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ പോവാ. എന്റെ ചോദിച്ചേട്ടാ, ദൈവത്തിനാണ് സത്യം, ഞാൻ പറഞ്ഞത് നേരാ. ആദ്യം ഞാൻ പാർവതി ഡോക്ടറോട് കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഡോക്ടർ കുത്തി കുത്തി ചോദിച്ചു കാര്യം എന്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സോഫിയോട് മാപ്പ് പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ വിളിച്ചോണ്ട് പോനാന്ന്. ഉടനെ പാർവതി ഡോക്ടർ എന്റെ അടുത്ത് ചൂടായി. എന്തിനാ? 3 പേരും കൂടി ഒരുമിച്ച് താമസിച്ച ഇനി വഴക്കാവും. പിന്നെ സെലീന അവിടെ ഉള്ളതുകൊണ്ട് സോഫി നല്ല സന്തോഷത്തില, അത് നശിപ്പിക്കണ്ടെന്നും പറഞ്ഞു. ഓ ഇപ്പൊ ശരിക്കും പിടികിട്ടി. ഒറ്റ അടി വെച്ചതുണ്ടല്ലോ. നിന്റെ സ്വന്തം അഭിപ്രായം അല്ലടി നിന്നെ പിന്നെ വിളമ്പിയത്. എന്നിട്ട് പഴി പാർവതി ഡോക്ടറെ തലയിലും. ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ എന്നെ അങ്ങ് കൊന്നേക്ക് ചോദിച്ചേട്ടാ. കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. നീരേറ്റ് ചെന്ന് സോഫി ഒന്നുകൂടെ കാണണം. കാലി വീണ് മാപ്പ് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ.
എന്തായി മമ്മി പോയ കാര്യം? ഓൾമോസ്റ്റ് സക്സസ്. പബ്ലിഷറുമായി എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഞാൻ പുതിയ ആളായതുകൊണ്ട് റോയൽറ്റി തീരെ കുറവാ. എന്തായാലും അവര് നാളെ തന്നെ കമ്പോസിംഗ് തുടങ്ങും. എപ്പോ പുസ്തകം ഇറങ്ങുന്ന വല്ല ഐഡിയ ഉണ്ടോ? മിക്കവാറും 1 മാസം. ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല മമ്മി, പ്രശ്നം പുറത്താ. ആ ടീനയുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് 3 പരാതിയാ കിട്ടിയത്. ഇന്നിപ്പോ ഒരു ആദിവാസി സാക്ഷിയായി സ്റ്റേഷനിലെത്തി ആ കുഞ്ഞ് കുറച്ച് ദിവസം ചിന്നുവിന്റെ കുടിലിൽ ഉണ്ടായിരുന്നെന്ന്. ടീന വളരെ വയലന്റാ. അവളോടാണെങ്കിൽ തട്ടിക്കയറാനും വയ്യ. അവളിപ്പോ ഒരു ക്യാൻസർ പേഷ്യന്റാ. ചിന്നുനെ നാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. നീ എന്താ മോളെ പറയുന്നേ? നാളെയല്ലേ ചിന്നുവിന്റെ കല്യാണം? ഓ മൈ ഗോഡ്, അത് ഞാൻ ഓർത്തില്ല. ടീനയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി. രാവിലെ തന്നെ ചിന്നുവിനെ അറസ്റ്റ് ചെയ്ത് ASP ഓഫീസിൽ എത്തിക്കുമെന്ന്. മോളു ചെയ്യരുത്. 2 തവണ മുടങ്ങിയ കല്യാണമാണ്. ഇത്തവണ നീയായിട്ടത് മുടക്കരുത്. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ? ആ ടീനയോട് പറ 1 ദിവസം കൂടി കാക്കാൻ. അല്ലെങ്കിൽ ഒരു കള്ളം പറ, ചിന്നുവിനെ കണ്ടു കിട്ടിയില്ലാന്ന്. ഒരു മംഗളകാര്യത്തിന് വേണ്ടി കള്ളം പറഞ്ഞ അതൊരു പുണ്യമായിട്ടേ വരൂ. ഇതൊന്നും ടീനയുടെ മുമ്പിൽ വിലപ്പോവില്ല മമ്മി. അവളിപ്പോ വളരെ അഗ്രസീവാ. ഒന്നാമത് ഞാനും ചിന്നും തമ്മിലുള്ള ബന്ധം ടീനയ്ക്ക് അറിയാം. അതിന്റെ പേരിൽ ഞാൻ ചിന്നുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് അവൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായാലും ശരി, നാളെ ചിന്നുവിന്റെ കല്യാണം നടക്കണം. നടന്നേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നീ അവളെ കസ്റ്റഡിയിലെടുത്തോ. കല്യാണം പിന്നെയും മുടങ്ങിയെന്ന് നിന്റെ അപ്പൂപ്പൻ അറിഞ്ഞ തളർന്നു വീഴാനും മതി. താഴെ നീലാവത്ത് കാടുറങ്ങി താലോലം രാക്കിളി പാട്ടുപാടി തേൻകീനവുള്ളില് ചിറകടിച്ചു തേടിയ വള്ളിക്ക് തിരിമുളച്ചു. പൂവാകും കായാകും മടിയിലെത്തും പൂത്തുമ്പിക്കുഞ്ഞൊന്ന് മടിയിലെത്തും. പൂവീതൾ കൈകൊണ്ട് തപ്പുകൊട്ടും പുഞ്ചിരിത്തേനിന്റെ ചാറൊലിക്കും. താഴെ നീലാവത്ത് കാടുറങ്ങി താലോലം രാക്കിളി പാട്ടുപാടി. ചിന്നുവില്ല ഇവിടെ. ചിന്നുവിനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. എന്താ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആരാ നിങ്ങളെ അയച്ചത്? ASP സെലീന സാറാ ഞങ്ങളെ അയച്ചത്. ഇല്ല, ചിന്നുന്റെ കല്യാണം മുടക്കാൻ വേണ്ടി സെലിന സാർ നിങ്ങളെ അയക്കത്തില്ല. കല്യാണം മുടക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. പക്ഷേ ചിന്നുവിനെ അറസ്റ്റ് ചെയ്ത് ഉടനെ ASP ഓഫീസിൽ ഹാജരാക്കാനാ ഞങ്ങളെ അയച്ചിരിക്കുന്നത്. ചിന്നു മുൻമന്ത്രിയാ. ഇതൊക്കെ എന്നെക്കാൾ നന്നായിട്ട് സെലീന സാറിന് അറിയില്ലേ? എന്താ പ്രശ്നം? നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സെലിന സാർ അയച്ചാണ് പോലും. ഞാനിത് വിശ്വസിക്കത്തില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ചിന്നു, നീ അത് പോ. ബലം പ്രയോഗിച്ച് ഇവിടെ ഇവിടുന്ന് കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണണം. ഗോപി, നീ പോയി നമ്മുടെ ആൾക്കാരെ വിളിച്ചോണ്ട് വാ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ASP ഓഫീസിന്റെ മുന്നിൽ ടീന റിച്ചാർഡ് എന്നൊരു സ്ത്രീ വാതിൽക്കൽ കുറുകെ കിടന്ന സമരത്തില. പത്രക്കാരും TV ക്കാരും മാത്രമല്ല 500 നാട്ടുകാരും കൂടിയിട്ടുണ്ട്. ക്യാൻസർ പേഷ്യന്റിനെ കൊല്ലാക്കൊല ചെയ്യുന്ന ASP നീതി പാലിക്കുക എന്നൊരു പ്ലക്കാർഡും പിടിച്ചിട്ടുണ്ട് ആ സ്ത്രീ. പ്രശ്നം വളരെ രൂക്ഷമാണ്. ആദിവാസി നേതാവ് ചിന്നുവിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ASP ഓഫീസിന് മുന്നിൽ തീ കൊളുത്തി മരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. ടീന റിച്ചാർഡിന്റെ കുഞ്ഞിനെ ചിന്നു തട്ടിക്കൊണ്ടുവന്നെന്ന അവരുടെ ആരോപണം. അതിന് സാക്ഷികളും തെളിവുകളും ഒക്കെ ഉണ്ട്. കുഞ്ഞിനെയും കൂടെ അങ്ങോട്ട് എടുക്കുന്നതാണ് നല്ലത്. കുഞ്ഞോ? എന്ത് തോന്നിയ നിങ്ങൾ പറഞ്ഞേ? ഏത് കുഞ്ഞ്? വെല്ലോളം വന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഊരിനകത്ത് വന്ന് ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്താലുണ്ടല്ലോ, ഒരുത്തിന് പിന്നെ ജീവനോട് തിരിച്ചു പോകത്തില്ല. സെലീന കുഞ്ഞ് പറഞ്ഞയച്ചതാണെങ്കിൽ ഞാൻ പോവും. ASP ഓഫീസിന് മുന്നിൽ ടീന ആത്മഹത്യ ചെയ്ത അതിന്റെ ഉത്തരവാദി സെലീന കുഞ്ഞായി മാറും. ഞാൻ വരാം. ഈ സാരി ഒന്ന് മാറിക്കോട്ടെ. ചിന്നു, സാരമില്ല കരിമ. താലികെട്ടെന്ന ചടങ്ങ് നടക്കില്ല എന്നല്ലേ ഉള്ളൂ. ഇന്നു മുതൽ ഞാൻ കരിമന്റെ ഭാര്യ, മരണം വരെ.
എന്നെ കള്ളക്കേസിൽ കുരുക്കി അഴിക്കുള്ളിലാക്കിയാലും ഞാൻ മരിച്ചു പോയാലും എന്നും ഞാൻ നിന്റെ ചിന്നു തന്നെയായിരിക്കും.